നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് UK-ല് സ്ഥിരമായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഈ സ്കാം കോളുകൾ. തട്ടിപ്പിന്റെ വിവിധ രൂപങ്ങളിലായിരിക്കും ഈ കോൾ വരിക. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ ട്രാഫിക് വയലേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര രൂപ ഫൈൻ ഉണ്ട്, നിങ്ങളപ്പോൾ ഉടനെ കയറി അടയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനായിരുന്നു വന്ന്. പുള്ളി അപ്പം തന്നെ ആ മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ആ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റ് പോലെ തന്നെ ആ ലിങ്കിൽ കയറിയപ്പോൾ ഞാൻ കണ്ടത്. ഞാനപ്പോൾ ലിങ്കിൽ കയറി പുള്ളിയുടെ വണ്ടി നമ്പർ അടിച്ചു നോക്കിയപ്പോൾ 50 പൗണ്ട് നിങ്ങൾ അടയ്ക്കാനുണ്ട്, സ്പീഡ് വയലേഷൻ്റെ ആണ്, അപ്പോൾ നിങ്ങളത് എന്താ പറയുക ഇത്ര ദിവസത്തിനുള്ളിൽ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കറക്റ്റായിട്ട് എല്ലാം നമ്മൾ UK-ലെ ഗവൺമെൻറ് സൈറ്റിൽ എങ്ങനെയാണോ കയറുന്നത് അപ്പോൾ കിട്ടുന്നത്, എങ്ങനെയാണോ ഇൻഫർമേഷൻ കിട്ടുന്നത് അതുപോലെ തന്നെ കാണുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് എന്ത് പരിപാടിയാണെങ്കിലും ആദ്യം ലെറ്റർ വരും. ആ ലെറ്റർ വെച്ചിട്ട് നമുക്ക് പിന്നീട് അടുത്ത ഫർദർ പ്രൊസീജിയർ അതിൽ തന്നെ ആ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ പുള്ളിക്ക് ലെറ്റർ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ലിങ്കിൽ അവിടെ നമ്മൾ കയറി നോക്കി ആ ലിങ്കിൽ തന്നെ നമ്മൾ വേറൊരു വണ്ടി നമ്പർ അടിച്ചു കൊടുത്ത് നോക്കി. വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ അതിനും ഫൈൻ. അപ്പോഴാണ് മനസ്സിലായത് ഇത് വലിയൊരു സ്കാമാണെന്ന്. ഒന്ന്, മാക്സിമം ഇതേപോലത്തെ സ്കാം കോളുകൾ അവോയ്ഡ് ചെയ്യുക. രണ്ട്, എടുത്ത് ചാടാതിരിക്കുക. ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ലിങ്ക് വന്നു, ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, അപ്പം തന്നെ നമ്മൾ അങ്ങനെ പോലും ചെയ്യരുത്. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ ധാരണ ഉണ്ടാക്കി വയ്ക്കുക. കാരണം ഇവിടെ എന്തും ഏതും ഇവർ ലെറ്റർ ത്രൂ ആണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വയ്ക്കുക. പിന്നെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പലരോടും ചോദിക്കുക. കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഒരുപാട് ആളുകളോട് ചോദിക്കുക. ഇപ്പോൾ ഒരു ഫൈൻ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ സ്പോട്ടിൽ ഫൈൻ അടയ്ക്കാനായിട്ട് നോക്കി അങ്ങനെയൊന്നും ചെയ്യരുത്. അത് ലെറ്റർ ത്രൂ ആണ് വന്നതെന്ന് വെച്ചാൽ ഓക്കെ. അതല്ലാതെ നമുക്കൊരു മെസ്സേജ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പല വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. നമുക്ക് അവരോട് ചോദിക്കുക. അവരോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഉള്ളൊരു ഈ ഒരു കാര്യം സത്യമാണോ ചോദിക്കുക. അപ്പോൾ അവർ തന്നെ പറയും ഇത് റോങ് ആണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.